ഇപ്പോൾ ഇന്ന് ലക്ഷദ്വീപിൽ നിന്ന് വന്ന ഡോക്ടർ ഫഹീമ മാം നമുക്കിവിടെ റാബിസിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് നടത്തിയത്. അവയർനെസ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റാബിസ് എന്താണെന്ന് അറിയാമെങ്കിലും അത് ഇത്രത്തോളം സീരിയസ് ആണെന്നും അതിലൂടെ ഡെത്ത് വരെ കോസ് ചെയ്യാൻ പറ്റുമെന്നും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഈ വാക്സിനേഷൻ എടുക്കുന്നത് കാറ്റഗറൈസേഷൻ ഉണ്ട്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എതിരെ നേരിടുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രിവെൻഷനാണ് വേണ്ടി നമുക്ക് മനസ്സിലായി. അതിൽ നമ്മൾ ബൈറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ വൂണ്ടിൻ്റെ ഡെപ്തും അനുസരിച്ചിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. കാറ്റഗറി 1 എന്ന് പറഞ്ഞത് കയ്യിൽ മുറിവൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, അങ്ങനത്തെ കേസിൽ കുഴപ്പമില്ല. ആ ഏരിയ സോപ്പും വാട്ടർ യൂസ് 10 to 15 മിനിറ്റ്സ് വാഷ് ചെയ്താൽ മതി. വാക്സിനേഷൻ ഉണ്ട്. ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ആക്റ്റീവ് വാക്സിനേഷനാണ് നമ്മൾ IVR കുത്തിവെപ്പ് എന്ന് പറയുന്നത്. പിന്നെ പാസീവ് ഉണ്ട്, ഇമ്മ്യൂണോഗ്ലോബിൻ, മുറിവിന് ചുറ്റും കൊടുക്കുന്നത്. അപ്പോൾ ഈ ചോര വരാത്ത മുറിവാണെങ്കിൽ നമ്മൾ IVRV IMRV എന്ന് പറഞ്ഞത് കൊടുക്കും കേട്ടോ. അത് 0, 3, 7, 21 or 28 days ഏതെങ്കിലും ഒരു ദിവസം. റാബിസ് വരുമ്പോൾ അതിന് പ്രിവെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഫസ്റ്റ് എയ്ഡ് എടുക്കേണ്ടതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റി. റാബിസ് അത് ഡോഗ് ബൈറ്റിലൂടെ ആയാലും ക്യാറ്റ് ബൈറ്റിലൂടെ ആയാലും ഈവൻ നീർനായയിലൂടെ ആയാലും നമുക്ക് റാബിസ് പിടിപെടാൻ സാധ്യതയുണ്ട്. റാബിസ് വന്നാൽ ഉടനെ തന്നെ വാക്സിനേഷൻ എടുക്കുകയും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്താണെങ്കിൽ റണ്ണിങ് വാട്ടറിലൂടെ സോപ്പിട്ട് വാഷ് ചെയ്യുകയും ഇങ്ങനത്തെ ബേസിക് ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റി.